പി ഭാസ്കരനും സത്യൻ അന്തിക്കാടും ഇരുവരും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ ഭാസ്കരൻ പുരസ്കാരം സത്യൻ അന്തിക്കാടിന് സമ്മാനിച്ചത്. കോഴിക്കോട് ചേർന്ന ഈ പുരസ്കാരവേദി ഓർമ്മകൾ ഉണർത്തുന്ന സായാഹ്നമായിരുന്നു. കാരണം ഈ പുരസ്കാരം സമ്മാനിച്ചത് നടൻ മധു ആയിരുന്നു. പി ഭാസ്കരൻ തൻ്റെ ഗുരുനാഥനും സത്യൻ തൻ്റെ അനുജനുമാണെന്ന് മധുസാർ പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഓർമ്മകളുടെ രസകരമായ വേദിയാകുമല്ലോ ആ പുരസ്കാര സായാഹ്നം. ഭാസ്കരൻ മാസ്റ്ററെ മരിച്ചിട്ട് അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട് 10 വർഷമായി. ഇതുവരെയും ഭാസ്കരൻ മാസ്റ്ററുടെ പേരിൽ മറ്റൊരു അവാർഡ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അറിയിട്ടില്ല. അത് വാങ്ങിക്കുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ കവിതയും സിനിമയും കൈകാര്യം ചെയ്തിട്ടുള്ള സത്യം. ഒരാള് എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തും മറ്റൊരാളെൻ്റെ അനിയൻ്റെ സ്ഥാനത്തും. വാസ്തവത്തിൽ അനിയനല്ല, ഞാൻ ശിഷ്യൻ തന്നെയാണ്. കാരണം മധുസാറിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ പലർക്കും അറിയാത്ത ഒരു ഗുരുശിഷ്യ ബന്ധമാണ് അത്. കാരണം മധുസാറിൻ്റെ ഉമാ സ്റ്റുഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് പറയുക, എൻ്റെ വീടും സുഹൃത്തുക്കളും കഴിഞ്ഞാൽ അടുത്തൊരു സങ്കേതമായിരുന്നു ഉമാ സ്റ്റുഡിയോ. അവിടെ ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഒരു കാലത്ത് കഴിഞ്ഞിരുന്നത്, സിനിമകൾ ഉണ്ടാക്കിയിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട ജോലി മധുസാറിൻ്റെ കാറിൽ മധുസാറിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്നിട്ട് മധുസാറ് ചായയൊക്കെ കുടിച്ച് മധുസാറിൻ്റെ വീടിൻ്റെ താഴെ ഒരു വലിയ ഹോളുണ്ട്. അതിലൊരു ചാരുകസേരയിൽ കാരണവരെ പോലെ ഇരുന്ന് മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് സത്യൻ എഴുതിക്കോ എന്ന് പറയും. ഞാൻ പേനയും കടലാസും എടുത്തിരുന്നിട്ട് മധുസാർ പറയുന്ന സീനുകൾ പകർത്തിയെടുക്കുന്ന ജോലി എൻ്റെതായിരുന്നു. അത് മലയാള സിനിമയെ അറിയുന്നവർക്കും അറിയില്ല, പ്രേക്ഷകർക്കും അറിയില്ല. ഒരു വലിയ എഴുത്തുകാരൻ മധുസാറിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഭാസ്കരൻ മാസ്റ്റർ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുമ്പോൾ, സംവിധാനം ചെയ്യുമ്പോൾ എല്ലാ സിനിമയിലും തന്നെ അധികം അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. സത്യനിലെ പാട്ടെഴുത്തുകാരൻ, സത്യനിലെ കവി എന്തോന്നറിയില്ല, സിനിമ ഡയറക്ടറായി കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ സത്യൻ തന്നെ അതിന് കുറച്ച് ഒരു പക്ഷെ ബാക്കി കൂടെയുള്ള കവികൾക്ക്, പാട്ടെഴുത്തുകാർക്ക് അവസരം കൊടുക്കാനാണെന്ന് എനിക്കറിയില്ല. സത്യൻ സ്വയം ഈ പാട്ടെഴുത്തുകാരനുള്ള പദവിയിൽ നിന്ന് പുറകോട്ട് പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ ഏകനാണെന്നുള്ള സിനിമ നിർമ്മിച്ചത് മധുസാറാണ്, ചന്ദ്രകുമാറാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ പാട്ടുകൾ എഴുതാൻ ചന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ചന്ദ്രനോട് തോന്നി മധുസാറിൻ്റെ പാടാണ്, ബിച്ചുവിനോടോ ശ്രീകുമാർ തമ്പിയോടോ എഴുതാൻ പറയുന്നതല്ലേ നല്ലത്. കാരണം ചന്ദ്രനെ എനിക്ക് പേടിയില്ല. കാര്യം ഞാൻ എഴുതുന്ന വരികൾ ചന്ദ്രൻ പറയുന്നത് സത്യൻ അത് ഓക്കെ ആണെങ്കിൽ അത് വെച്ചാൽ മതി എന്ന് പറയും. പക്ഷേ അതിനപ്പുറത്ത് മധു എന്ന് പറയുന്ന അക്ഷരങ്ങൾ അറിയുന്ന ഒരാളെ കൂടി ബോധ്യപ്പെടുത്താറുണ്ടെന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്നാണ് നിങ്ങളിന്ന് കേൾക്കുന്ന ഓമൃതിലെ ഉണ്ടായതും അല്ലെങ്കിൽ ചിത്രയുടെ ആദ്യത്തെ ഗാനമായ രജനി പറയുണ്ടായതൊക്കെ ആ പേടിയിൽ നിന്നാണ്. വാസുമാഷ പാട്ടെഴുതി കേൾക്കുമ്പോൾ ഞാൻ ഗാനരചനയിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് പാട്ടെഴുത്താണ് ഏറ്റവും എളുപ്പമുള്ള വഴി നമുക്ക് തോന്നും. പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ചവെക്കും കനകലെന്നിലാവേ. എന്ത് സുഖം ആർക്കും എഴുതാവുന്നതാണ്. കുറിച്ചികപ്പൂനിലാവേ, പിച്ചകപ്പൂനിലാവേ, മച്ചിൻ്റെ മേലിരുന്ന് ഒളിച്ചു നോക്കാൻ ലജ്ജയില്ലേ, ആർക്കും എഴുതാവുന്നതാണല്ലോ എന്ന് തോന്നും. പക്ഷെ എഴുതാനിരിക്കുമ്പോഴാണ്, പി കെ ഗോപിക്ക് അതറിയാം, എഴുതാനിരിക്കുമ്പോഴാണ് ഈ ലാളിത്യത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് മനസ്സിലാവാത്ത സാഹിത്യം വെച്ചിട്ടുള്ള കസർത്തുകളില്ല, സിമ്പിളായിട്ട് എഴുതാനുള്ള കാര്യം. ഞാൻ ഭാസ്കർ മാഷായിട്ട് ഇടപെടങ്ങാൻ കുറച്ച് സമയം കിട്ടുന്ന ക്യാപ്പിൽ ഞാൻ മാഷെടുത്ത് വയ്ക്കും, ഈ കായലരികത്ത് വലയെറിഞ്ഞ് എങ്ങനെയാണ് മാഷ എഴുതിയത്. അപ്പോൾ മാഷ് കുറച്ച് നേരം ചിരിക്കും. പിന്നെ പറഞ്ഞു ഞാൻ മനസ്സിലിങ്ങനെ കിട്ടിയിരുന്നു. പിന്നെ പെട്ടെന്നൊരു പേപ്പർ എടുത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ്. ആ വരികൾ കംപ്ലീറ്റ് എഴുതിയപ്പോഴാണ് ഇത് മതിയല്ലോ എന്ന് തോന്നി നിർത്തിയതാണ്. അതല്ലെങ്കിൽ പിന്നെ എഴുതുമായിരുന്നു. അപ്പോൾ കായലരികത്തുണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ആ കാലത്ത് പുറത്തിറങ്ങിയിട്ടില്ലാത്ത കാട്ടുപോത്ത് എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. പൂവല്ല പൂന്തളിരല്ല, മാനത്തെ മഴവില്ല, മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ. ഞാൻ ചോദിച്ചു ആ പാട്ട് എങ്ങനെ മാഷ് എഴുതി? ആ പുള്ളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ എൻ്റെ തന്നെ പോക്കറ്റിൽ നിന്ന് അടിച്ചതാണ്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ഞാൻ ഒരു മാസം തന്നെ പോക്കറ്റ് അടിച്ചതാണ്. അതെന്നെ അത് എന്നെ തന്നെ ഞാനൊന്ന് കട്ടതാണ്. ഞാൻ അതെങ്ങനെ
നീലക്കുയിൽ ഞാൻ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, അതിൻ്റെ സങ്കേതം ഉപയോഗിച്ചാണ്. എന്താണ്, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ മണി. അതായത് ഏറ്റവും പ്രിയപ്പെട്ടതിന് നീ അതല്ല എന്ന് പറഞ്ഞ് ഏറ്റവും അതിനേക്കാൾ ഉദാത്തമാക്കി എടുക്കുന്ന ഒരു രീതി ഞാൻ എന്നിൽ തന്നെ നിന്ന് എന്നെ കടമെടുത്തതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ സിനിമ എന്ന് പറയുന്ന വളരെ ശക്തമായ ഈ മാധ്യമത്തെ, ഇത്രയും ശക്തിയുള്ള മാധ്യമത്തെ പല രീതിയിലും ചൂഷണം ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഇൻഡസ്ട്രി അത് ചെയ്യാതെ ശുദ്ധമായ സിനിമകൾ നിർമ്മിച്ച് ജനങ്ങളെ സന്തോഷിപ്പിച്ച് കുറേയൊക്കെ പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയാമല്ലോ, എൻലൈറ്റൻ ചെയ്യാൻ കൂടി മുന്നോട്ട് വന്ന രണ്ട് സംവിധായകർ, അവരുടെ ഇടയിൽ നാം മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഈ രണ്ടുപേരെയും നമ്മെ വിട്ടുപോയ ഭാസ്കര മാസ്റ്ററെയും അതുപോലെ ജീവിച്ചിരിക്കുന്ന സത്യനെയും രണ്ടുപേരും ജീവിച്ചിരിക്കുന്നില്ല എന്ന് തോന്നത്തക്കോണം നമുക്ക് മറക്കാനാവില്ല. അവസരത്തിനൊത്ത് ഒരു സംവിധായകൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് ഞാൻ പഠിച്ചത് മധുസാറിൽ നിന്നാണ്. മധുസാർ എപ്പോഴും പറയും, റിയലായിട്ടുള്ള ജീവിതം അങ്ങനെ തന്നെ പകർത്തുന്നതല്ല സിനിമ എന്ന് പറയും. റിയലാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് സിനിമ. അല്ലാതെ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ചെയ്താൽ സിനിമയാവില്ല. അവിശ്വസനീയമായെന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് വിശ്വസിപ്പിക്കുന്നതാണ് സിനിമ. അപ്പോൾ ചിലത് നമുക്ക് തോന്നും കോംപ്രമൈസ് അല്ലേ, കോംപ്രമൈസാണ്. ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു സംവിധായകന് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മധുസാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. അസ്തമയം എന്നുള്ള സിനിമയുടെ പാട്ട് എഴുതാൻ ഇരുന്നപ്പോൾ ട്യൂണിട്ടു ശ്യാമാണ് മ്യൂസിക് ഡയറക്ടർ. മധുസാറാണ് സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. ഇന്നത്തെ ഈ മുമ്പിൽ നിൽക്കുന്ന ധൈര്യമൊന്നും അന്നെനിക്കില്ല. മധുസാറ് ആ സിറ്റുവേഷൻ പറയാം എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നൊരു സിറ്റുവേഷൻ എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത് പിക്ചറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജയഭാരതി ഞാനും കൂടിയുള്ളൊരു പോർഷൻ ഈ വള്ളിക്കുടിയിലുകളൊക്കെ സെറ്റ് ഇടണം. എന്നിട്ടൊരു ശകുന്തളയുടെ ഭാവത്തിൽ ഒരു കുടമൊക്കെ കൊണ്ട് ജയഭാരതിയുടെ ചില വിഷ്വൽസ് എൻ്റെ മനസ്സിലാണ്. അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഒക്കത്തിൽ കുറേ ഇമേജുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ട്യൂണൊന്ന് വേറെ, മധുസാർ തന്ന ഇമേജസ് ഒന്ന് വേറെ. കഷ്ടപ്പെട്ടിട്ട് ഞാൻ എഴുതിയ പാട്ടാണ് ഒരു പ്രേമഗാനം പാടി ഇളം തെന്നൽ എന്നെ ഉണർത്തി എന്നുള്ള പാട്ട്. ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ജയഭാരതിയുടെ ദിവസങ്ങളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മധുസാർ പ്ലാൻ ചെയ്ത് സീനുകളെല്ലാം തീർത്ത് ഞാൻ നോക്കുമ്പോൾ പാട്ട് മാത്രം എടുക്കുന്നില്ല. ഇനി പാട്ട് കട്ടായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. മധുസാർ പാട്ട് നമുക്ക് എടുക്കാം, അതിനകത്ത് സത്യം പേടിക്കേണ്ടതാണ്. അവസാനം പാട്ടെടുക്കുന്ന ദിവസമായപ്പോൾ മധുസാർ പറഞ്ഞു, നമുക്കിതിൽ ക്ലോസ് റിയാക്ഷൻസ് മതി, അത് കൂടുതൽ ആളുകളിലേക്ക് അടുപ്പിക്കും. കരുണാകരൻ എന്നാണ് ക്യാമറമാൻ്റെ പേര്. കരുണാകരൻ ക്ലോസ് റേഞ്ച് ഷോട്ട്സ് മാത്രം വെച്ച് നമുക്ക് പാട്ട് തീർക്കാം, ബാക്കി അതിൻ്റെ ഇടയിൽ മുഴുവൻ ഇൻട്രക്കറ്റ്സ് പഴയ ഓർമ്മകളിടാം. അപ്പം ക്യാമറമാൻ കന്നഡ ഇത് ഫ്രെയിം വെച്ചിട്ട് പറഞ്ഞു, സാർ ഈ ഉറക്കം ക്ഷീണം കാരണം സാറിൻ്റെ കണ്ണിൻ്റെ ഇമയുടെ താഴെ ഇങ്ങനെ തടത്തിൽ കുറച്ചിങ്ങനെ ഒരു നീര് വെച്ച പോലെ തോന്നും. നമുക്ക് ഈ സാറിൻ്റെ ക്ലോസസും നാളെടുത്ത പോലെ പുള്ളി വെച്ച് ആരെങ്കിലും കയ്യിൽ ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ, ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് മധുസാറ് പാട്ട് പാടാൻ തുടങ്ങി. ഇപ്പം ഞാൻ പ്രോംപ്റ്റ് ചെയ്യണം ഗാനരചാവ്. അപ്പോൾ ഒരു പ്രേമഗാനം പാടി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പുറത്ത് നടത്തുന്നത് ഇളം തന്നെ ഉണർത്തി എന്ന് പറയും, കട്ട് എന്ന് പറയുമ്പോൾ സാർ. എന്നിട്ട് എന്നെ കുറച്ച് ചീത്ത പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യും. അതാണ് ഇതാണ് എന്നെ കുറച്ച് ചീത്ത, എനിക്കല്ല ചീത്ത. അവസാനം പുള്ളി പറഞ്ഞു, ഇനി പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ട, അതൊന്ന് എഴുതിയതാ. ഞാൻ പറഞ്ഞല്ല എഴുതണ്ട സാർ, ഞാൻ പറഞ്ഞോളാം. അല്ലല്ല, യേശുദാസൊക്കെ എങ്ങനെ പാട്ട് പാടുക, സ്റ്റേജിൽ നിന്ന് എഴുതി വായിക്കല്ലേ ചെയ്യുന്നത്, എഴുതി വായിച്ചാൽ മതി, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അവസാനം അത് എഴുതി വായിച്ച് അതാണ് ഇന്ന് സിനിമയുള്ള ആ പാട്ട് പടത്തിൽ അതിമനോഹരമായിട്ട് വന്നു എന്ന് മാത്രമല്ല സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ആ സിനിമയും ഒരു സൂപ്പർ ഹിറ്റായി മാറി. ആ ഓർമ്മ വെച്ചുകൊണ്ടാണ് PV ഗംഗാധരൻ നിർമ്മിച്ച വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ള സിനിമയിൽ ഞാൻ തന്നെ എഴുതിയ പാട്ടായിരുന്നു. വിശ്വം കാക്കുന്ന നാട് എന്നുള്ള പാട്ടെടുക്കുമ്പോൾ ഞാൻ സങ്കല്പിച്ച പള്ളി കിട്ടിയില്ല. അപ്പോൾ ആ പള്ളിക്ക് പകരം ഒരു കൊച്ചു പള്ളി, ഒരു 50 ആൾ കയറി കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് അറിഞ്ഞു പോകും. അത്രയും പള്ളിയെ ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടിയുള്ളൂ. ആ വിപിൻ മോഹൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ നമുക്ക് ഈ പാട്ട് മാത്രം മാറ്റിയെടുക്കാം, കാര്യം ഇതിൽ പള്ളി ചെറിയ പള്ളിയാണ്, നമുക്കൊരു ഡിഫറൻറ്റ് ഷോട്ട്സ് ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ആചാര്യൻ ഗുരുനാഥൻ മധുസാർ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്, നമുക്ക് ക്ലോസപ്പിൽ കൂടെ ഈ പാട്ടെടുക്കാം,
തിലകൻ്റെയും ജയറാമിൻ്റെയും KPS ലഹരിയുടെയും സിദ്ദീഖിൻ്റെയൊക്കെ ക്ലോസപ്സിലൂടെയാണ് ആ ഫുൾ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഭാസ്കരൻ മാസ്റ്റർ പോയി, ശരീരമില്ല ഭാസ്കരൻ മാസ്റ്ററുടെ. നമുക്ക് പറയാൻ സാധിക്കും ഭാസ്കരൻ മാസ്റ്റർ ഇവിടുന്ന് പോയിന്ന്, ഇന്ന് നമ്മുടെ നാട് വിട്ട് പോയിന്ന്, മലയാളത്തിൽ നിന്ന് പോയിന്ന് ഇല്ല. ഭാസ്കരൻ മാസ്റ്ററും ജീവിച്ചിരിക്കുന്നു, സത്യനും ജീവിച്ചിരിക്കുന്നു. എവിടെ രണ്ടുപേരും എന്നും ജീവിച്ചിരിക്കും, എന്നും അങ്ങനെ ജീവിച്ചിരിക്കട്ടെ. ഇതുപോലുള്ള ഓർമ്മ പങ്കുവയ്ക്കലുകൾ പഴയകാല സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്നാൽ ന്യൂജൻ സിനിമകളുടെ കാലത്ത് നാളേക്കായി പങ്കുവയ്ക്കാൻ ഇപ്പോൾ കേൾക്കുന്നത് പോലുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് വ്യസനത്തോടെ ചോദിച്ചുകൊണ്ട് വീണ്ടും ഇടവേളയാണ്. അത് കഴിയുമ്പോൾ കരച്ചിൽ സമരം.